നമുക്ക് കിട്ടിയ ഒരു 8ന്റെ പണിയാണോ 7ന്റെ പണിയാണോ? നെവിനാണ് വിജയസാധ്യത. നെവിനും അക്ബറും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ എത്തിച്ചേരുമെന്നാണ്. നെവിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അതൊരു നാണക്കേടായി പോകുമോ എന്നാണ്. കാരണം എനിക്ക് കുണ്ടനൊക്കെ വിളി കിട്ടുന്നുണ്ട്. ആൾക്കാരന്മാര് അവന് ഞാൻ 9 പറഞ്ഞു വരുത്തിയെന്ന് വരാം. മനസ്സിലായില്ലേ? ഇത് 9നെ 6 ആക്കാനും 6നെ 9 ആക്കാനും PR കാരന്മാർക്ക് പറ്റുമല്ലോ. അതുകൊണ്ടല്ലേ ഈ ഏറ്റവും കൂടുതൽ അവിടെ കരഞ്ഞിരിക്കുന്ന ആരാണ് പറയാൻ തുടങ്ങി. കാരണം പണപ്പെട്ടി എടുക്കരുതെന്ന് പറയേണ്ട ഒരു ആവശ്യം വരില്ല. വേണമെങ്കിൽ കാണുന്ന പ്രേക്ഷകര് ബോധമില്ലാത്തവരല്ലല്ലോ. അതെ അതെ, സാധ്യത എല്ലാവരും PR ഒക്കെ വെച്ച് പറഞ്ഞിരുന്ന സാധ്യതയുള്ള മുൻനിരയിലെ 2 പേരെന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ഇപ്പൊ പുതിയ ആവനാഴിയിലെ അവസാന ബ്രഹ്മാസ്ത്രം സഹോദരനെടുത്ത് പ്രയോഗിക്കുകയുണ്ടായിരുന്നു. അനീഷ് ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിച്ചു. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ 4-5 ആഴ്ച കൊണ്ട് നെവിൻ എന്ന് പറയുന്നൊരു പാവപ്പെട്ട പയ്യന് വേണ്ടി ഞാൻ എൻ്റെ പച്ചയായ ജീവിതവും അവൻ്റെ ജീവിതവും തമ്മിൽ കണക്റ്റഡായി. അപ്പം അതുകൊണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പം എനിക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇത്രയും വമ്പൻ പാർട്ടിയോടൊപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നെവിന് വേണ്ടി ഫൈറ്റ് ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുൻനിര ഒരു സെലിബ്രിറ്റികളും ഒന്നും നെവിന് വേണ്ടി പറയാനായി. കാരണം നെവിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അതൊരു നാണക്കേടായി പോകുമോ എന്നാണ്. കാരണം എനിക്ക് കുണ്ടനൊക്കെ വിളി കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ എന്തിനാ നെവിൻ്റെ വ്യക്തിപരമായ കാര്യം നമ്മൾ നോക്കുന്നത്? ആരുടെയും വ്യക്തിപരമായി നോക്കണ്ട. അതിലായാലും 100 ആയാലും അല്ലെ ആരും ആവട്ടെ, അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറേണ്ട ആവശ്യമില്ല. പക്ഷേ സൈബർ അറ്റാക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കാണ് കയറിയിരിക്കുന്നത്. മനസ്സിലായില്ല? എൻ്റെ അമ്മയെ വിളിക്കുന്നു, എൻ്റെ അച്ഛനെ വിളിക്കുന്നു, എൻ്റെ വീട്ടിൽ വിളിക്കുന്നു, ആരെയൊക്കെ വിളിക്കുന്നു. സാരമില്ല, കാലം തെളിയിച്ചോളും. പക്ഷെ ഞാൻ മത്സരത്തെയാണ് നോക്കുന്നത്. ഇന്ന് വരെ ആരെയും പറ്റിക്കാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, എന്നാൽ എല്ലാവരോടും കമ്പനി കൂടിക്കൊണ്ട്, ഏറ്റവും നല്ല ഗെയിം കൊടുത്തുകൊണ്ട്, എൻ്റർടൈൻമെൻറ്റ് കൊടുത്തുകൊണ്ട്, അവൻ്റെ ആ കുരുത്തക്കേടുകളും കുട്ടിക്കളികളും ഒക്കെ അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ. ഇന്ന് തന്നെ ഇനി 9 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 9ന്റെ വട്ടത്തിൻ്റെ അകത്ത് കൊണ്ട് തല കയറ്റുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറെ കുറേ ആൾക്കാരന്മാർ അവന് ഞാൻ 9 പറഞ്ഞു വരുത്തിയെന്ന് വരാം. മനസ്സിലായില്ല? ഇത് നമ്മുടെ ആൾക്കാരിൽ കുറേ പേരെന്ന് പറയുന്നത് അവർക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ ഉള്ള കരി മുഴുവൻ വാരിയെറിയും. മനസ്സിലായില്ലേ? അപ്പം ഇപ്പം അനീഷ് ഈ അവസാനത്തെ 90ാമത്തെ ദിവസങ്ങളിലാണ് ഈ ബ്രഹ്മാസ്ത്രം എടുത്ത് കല്യാണത്തിലേക്ക് വന്ന വെച്ചത്. പക്ഷെ അതിപ്പോൾ അനുമോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ന് പ്രപ്പോസ് ചെയ്ത് അതെന്ന് പറയുന്നത് ഒരു അനുമോക്ക് കിട്ടിയ ഒരു 8ന്റെ പണിയാണോ 7ന്റെ പണിയല്ല 8ന്റെ പണിയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ അനുമോൾ യെസ് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കെട്ടിക്കും. അത് നടക്കില്ല. ഇത് നോ പറഞ്ഞാൽ ഇത്രയും പാവം നല്ല വ്യക്തി പുറകെ നടന്നിട്ട് നിഷ്കരണം തള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കാർഡിട്ട് കളിക്കും. ഇമോഷൻ കാർഡിട്ട് ആര് കളിക്കും? മറ്റേ പുള്ളി കളിക്കും. മനസ്സിലായില്ലേ? പക്ഷെ പുള്ളിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അന്ന് വന്നപ്പം ഈ പറഞ്ഞ റോബോട്ടിക് നടത്തം പോലെ തന്നെ ഒരു വീട്ടിനകത്ത് അങ്ങോട്ടും തെക്ക് കിടക്കും. കാരണം എനിക്ക് തോന്നുന്നു അനീഷ് ഇങ്ങനെ നടന്ന് ആലോചിച്ച് പ്ലാനുകൾ പൊക്കിക്കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോൾ കഴിഞ്ഞ ആഴ്ചയല്ലേ എനിക്ക് തോന്നുന്നത് അനുമോളുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് ഉണ്ട്. പ്രലോഭനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ആരൊക്കെ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ണുകൊണ്ടൊരു നോട്ടവും പിന്നെ ഒരു സാധനവും പിന്നെ ആ തലേണ പില്ലുമൊക്കെ എടുത്തുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്ത് കണക്ക് മറിച്ച് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു എന്താ പറയാ, ഒരു ചില കളികൾ പോലെ ഒരു ഡ്രാമ. ഇതിപ്പോ രണ്ടുപേരും ഗെയിം പ്ലാൻ ഇട്ടു. പക്ഷെ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി എന്ന് പറഞ്ഞ കണക്കിപ്പോ രണ്ടും കുടുങ്ങും. ഇതിപ്പം പ്രേക്ഷകർ മണ്ടരാവോ അതോ പ്രേക്ഷകരെ മണ്ടരാക്കുന്നതാണോ? എന്തായാലും പ്രേക്ഷകർ മണ്ടരല്ല. അത് നമുക്ക് ലാസ്റ്റിൽ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇല്ല, നെവിനാണ് വിജയസാധ്യത. നെവിനും അക്ബറും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് ഞാൻ. നെവിന് PR വർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നെവിന് എന്തെങ്കിലും രീതിയിൽ ഈ 9 എല്ലാം 6 ആക്കി മാറ്റാൻ അവന്മാർക്ക് പറ്റുമല്ലോ. ഈ 9നെ 6 ആക്കാനും 6നെ 9 ആക്കാനും PR കാരന്മാർക്ക് പറ്റുമല്ലോ. അതുകൊണ്ടല്ലേ പൈസ കൊടുത്ത് കുറെ പേര് ഇപ്പൊ ജിൻഡോ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ PR വേണം. അല്ലല്ല, അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ലാലേട്ടൻ ഇപ്പൊ അഭിനയിച്ചതാണ്. നമ്മളിൽ എല്ലാവരിലും ഒരു സ്ത്രീത്വം ഉണ്ട്, അതറിയാമോ? നമ്മളിൽ എല്ലാവരിലും ഒരു ഫെമിനിൻ ക്യാരക്ടർ ഉണ്ട്. അല്ലല്ല, എനിക്കുണ്ട് ഫെമിനിൻ. ഇനിയിപ്പോൾ ഈ മീശയൊക്കെ എടുത്ത് താടിയെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞ് ചാന്തുപൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർ മാജിക്കിൽ ഒരു സണ്ണി ലിയോൺ സ്റ്റൈലിലുള്ള ഒരു ഡാൻസ് ഞാൻ അതിനകത്ത് കളിച്ചു. അനുമോളൊക്കെ ഉള്ളവർ കളിച്ചിരുന്നു. അതിന് മീശ എടുത്തിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. കുറേ പേര് പറഞ്ഞു ഒരു ജസ്റ്റ് ഡാൻസിന് വേണ്ടി മീശ എടുക്കേണ്ടതെന്ന് വെച്ചു. സിനിമയായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ. അപ്പോൾ ചിലപ്പോൾ ഞാനും അടുത്തൊരു ക്യാരക്ടർ അങ്ങനെ ചെയ്തു എന്ന് വരും. നമ്മളെല്ലാവരും ഒരു ഫെമിനിയൻ ക്യാരക്ടറുണ്ട്. അതൊരു ദിവ്യത്വമാണ്. ഒരു സ്ത്രീ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കുറേ സോഫ്റ്റ്നെസ് ഉണ്ടാവും, കുറേ നന്മയുണ്ടാവും. നമ്മൾ ഹാർഡ് പുരുഷനായി മാറുമ്പോഴാണ് എന്ത് പറ്റുന്നത്? റഫ് ആൻഡ് ടഫായിട്ട് മാറുന്നത് അല്ലേ? ആ കുറച്ച് ഈസ്ട്രോജൻ നമ്മളിൽ ഒരു അല്പം കൂടിയിരിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം
അതെ, പക്ഷെ ആര്യൻ ഒരുപാട് അലിഗേഷൻസ് കൊടുത്തു ചേർത്തില്ലേ. ഈ അകത്തിരിക്കുന്ന ചിലർ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ വരുത്തും, പുറത്തുള്ളവർക്ക് തെറ്റായ സന്ദേശം കൊടുക്കും. കണ്ടില്ലേ ഇടേ, നിങ്ങൾ കണ്ടല്ലേ? അല്ല, വോട്ടിങ് അവിടെ അങ്ങനെ മാറി വന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ആര്യന് ആദ്യം കിട്ടിയ തെറ്റ് ചെയ്യാത്ത ആര്യൻ തെറ്റ് ഔട്ടായത് ഇൻജസ്റ്റിസ് ആണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ആര്യൻ ഔട്ടായി പോയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ചിലരവിടെ ലാലേട്ടനോ നൂറുകണക്കിനുള്ള ക്യാമറകളോ കാണാത്ത കാഴ്ച കണ്ടു. 2 പുതപ്പിൻ്റെ അടിയിൽ കിടക്കുന്ന ജിസയിലും ആര്യനും അത് ഒറ്റ പുതപ്പിൻ്റെ അടിയിലാക്കി. എന്നിട്ട് ആരും കാണാത്ത കാര്യങ്ങൾ ഇദ്ദേഹം കണ്ടു. ഇത് കൊടുക്കുമ്പോൾ ഇതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ട് വെളിയിൽ? PR ഉണ്ട്. PR പാവ ഈ ആര്യൻ്റെ എന്തോ സെക്സ് ഫോട്ടോ, എന്താ ന്യൂഡ് ഫോട്ടോ എന്തൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. പാവത്തെ നല്ല പയ്യനാണ്, നല്ല മിടുക്കനാണ്, അവൻ സ്മാർട്ടാണ്. പക്ഷെ അവനെ തേജോധം ചെയ്യുന്ന രീതിയിൽ ഉള്ള ന്യൂസുകൾ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഈ പൊക്കി പിടിക്കുന്ന ഒരു സാധനം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മത്സരാർത്ഥിയുടെ ഉടുപ്പ് പൊങ്ങിയെന്നോ നേവല് കണ്ടു എന്നല്ലേ, അപ്പൊ അവൻ എന്തോ കാണിച്ചു എന്ന് പറയും. അങ്ങനെ അവനെതിരെ, അവൻ സുന്ദരനും സ്മാർട്ടുമായിട്ടുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ അവന്റെ പുറത്ത് കരിയോയിൽ തേക്കാൻ വേണ്ടി ഇവിടെ വേറെ കുറെ എണ്ണം ഉണ്ടാവുമല്ലോ അല്ലേ? അതല്ല, ഇത് നേരത്തെ പറഞ്ഞില്ലേ, ആർട്ടിസ്റ്റായിട്ട് സീരിയലിലൊക്കെ വരുന്നത് കൊണ്ട് കുറെ പേരുടെ സ്വാഭാവികമായിട്ട് ഈ ഏറ്റവും കൂടുതൽ അവിടെ കരഞ്ഞിരിക്കുന്ന ആരാണ്, അത് മാത്രം കണ്ടാൽ മതി. മനസ്സിലായില്ലേ? ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ പഠിച്ച ഒരു സൈക്കോളജി വെച്ച് പറയാം, ഏറ്റവും കൂടുതൽ ചിരിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പഴയ ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, പുഞ്ചിരിയിൽ വഞ്ചന, ബാക്കിലൊരു വഞ്ചനയുണ്ട് എന്ന് പറയുന്നത്. അധികം ചിരിച്ചു മയക്കുന്ന ആൾക്കാരെ ആണായാലും പെണ്ണായാലും സൂക്ഷിക്കുക. കാരണം അതിൽ ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാവില്ല. അതാണ് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ പറഞ്ഞ, യേശുദേവൻ തന്നെ പറഞ്ഞതാണ്. നമ്മളെന്ന് പറയുന്നത് എന്താണ്? വെള്ളയടിച്ച കുഴിമാടം പോലെയാണ്. പുറമേ നമ്മൾ നല്ലതെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുക, പക്ഷെ അകം കൊണ്ട് നമ്മൾ ചതി, വഞ്ചന, വക്രബുദ്ധി, സൂത്രബുദ്ധി, ഉഡായിപ്പ്. അല്ല, ഇതില് അതുകൊണ്ടാണ് നെവിന് വേണ്ടി ഞാൻ ഏറ്റവും ശക്തമായി പറയാൻ തുടങ്ങി. കാരണം പണപ്പെട്ടി എടുക്കരുതെന്ന് പറയേണ്ട ഒരു ആവശ്യം വരില്ല. വേണമെങ്കിൽ 2 ദിവസം അവനെ പട്ടിണിക്കിട്ടോ, 3 നേരം 4 നേരം കഴിക്കുന്ന നെവിൻ ഇനി ഒറ്റ നേരമേ കഴിക്കാൻ, അവൻ ആവശ്യത്തിലധികം തിന്ന് തടി വെച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 2 ദിവസം വേണമെങ്കിൽ പട്ടിണിക്കിടാം. അത്രയ്ക്കുള്ള കാര്യമൊക്കെ അല്ലേ ഉള്ളൂ, അല്ലേ? ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയി പണം വാരി എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് പാവ ഇവന് മാത്രം, അവനും പോയത് ജീവിക്കാൻ വേണ്ടിയാണ്. അതാണ്, അവനും പോയത് ജീവിക്കാനാണ്, അവന് പൈസക്ക് വേണ്ടിയാണ്. ഏതാ ഷാനവാസിന്റെ കാര്യത്തിൽ എന്താ പറയുക? ഏതാ അല്ല മോനെ, അതെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിന് നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ആർക്ക് വേണോ എപ്പോ വേണോ സംഭവിക്കുക എന്നുള്ളതാണ്. നടന്നു പോണ വഴിയിൽ വേണമെങ്കിൽ സംഭവിക്കാം. കാരണം ഹാർട്ട് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലൊന്നും അല്ല. നമ്മുടെ മെയിൻ സാധനങ്ങളുടെയൊക്കെ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പവർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? ഞാൻ ഈ 2 അടിച്ച് വീണ് 2 പൊട്ടൽ വന്നിട്ട് ഞാൻ ഇവിടം വരെ എത്തി. ഇന്ന് ഈ സിനിമയും കണ്ട് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ചിലർ പറയും ചുമ്മാ വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ചലഞ്ച് ചെയ്തു, നിങ്ങൾ വേണമെങ്കിൽ വെട്ടിക്കീറി നോക്കിക്കോ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്റേ ഞാൻ കാണിച്ചു തരാം പൊട്ടലുകൾ എന്ന് വരെ ചലഞ്ച് ചെയ്തു. കാരണം കുറേ പേര് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അപ്പോൾ അവിടെ സംബന്ധിച്ചിട്ട് സ്വാഭാവികമായിട്ട് PR പുറത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് കോമാളിത്തരം കാണിച്ചാലും അവർ വെള്ള പൂശും. അതാണ് ബ്രൂട്ടൽ. പക്ഷെ അത് എനിക്കൊന്ന് ഷാനവാസ് തിരിച്ചു വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പം നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട്, ഒരു ഫെദർ ടച്ച് പോലെയാണ് ആ കവർ വന്ന് വീണത്, ഞാൻ നേരിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് ഷാനവാസ് ചോദിക്കുന്നത്, അത്രേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഇനി ഇതിനകത്ത് വേറൊരു സംഭവം എന്താ അറിയാം, ഫിസിക്കൽ അസോൾട്ടിന് അദ്ദേഹത്തിന്റെ ഈ കൈയൊന്നും ഒന്നും തട്ടിയില്ലല്ലോ. ഇവിടെ ഒരു പേപ്പർ എടുത്ത്, അല്ലല്ലോ, ഒരു പേപ്പർ എടുത്ത്, നമുക്ക് ഈ കാണുന്ന പ്രേക്ഷകര് ബോധമില്ലാത്തവരല്ലല്ലോ, അവർക്ക് നല്ല ബോധമുണ്ടല്ലോ. ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു സീസണിൽ ഒരാൾ അടിച്ചിട്ട് പല്ല് തെറിച്ച് അല്ലെങ്കിൽ പല്ലിന്റെയൊക്കെ പോയത് ഒരു സീസൺ ഓർമ്മയില്ല. എനിക്കൊരു പൊട്ടലുണ്ടായിരുന്നു, എന്നെ വലിച്ചു താഴെ ഇട്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റേ തെർമോകോൾ ടാസ്കിൽ എന്നെ എടുത്ത് ഞാൻ മൂടും. അതാ ലാലേട്ടൻ എന്ന് പറഞ്ഞ വല്ല ജിംനാസ്റ്റിക് പഠിച്ചോ കളരി പഠിച്ചോ എന്നൊക്കെ ചോദിച്ചൊക്കെ പക്ഷെ ഞാൻ പരാതിയൊന്നും പറയത്തില്ല. കാരണം അതൊക്കെ ഗെയിമായിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങളാണ്. പർപ്പസീവായിട്ടൊന്നും ഇതിനകത്ത് ആരോഗ്യം വേണ്ടി തന്നെയാണ്. ഇല്ലില്ല, അങ്ങനെ. പക്ഷെ എനിക്ക് ഞെട്ടലുണ്ടാക്കിയൊരു കാര്യം ഞാൻ തുറന്നു പറയാം. ഇപ്പോഴ് യഥാർത്ഥത്തിൽ എത്രയോ മുമ്പേ പോകേണ്ട 3 മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ
മുൻനിരയിലല്ലാത്ത 3 മത്സരാർത്ഥികൾ ഇപ്പോഴും അവിടെ നിൽക്കുകയും എന്നാൽ അർഹതയുള്ള ഏറ്റവും ഗംഭീരമായി കളിക്കാൻ കഴിയുന്ന 3 മത്സരാർത്ഥികൾ നേരത്തെ പുറത്തു പോവുകയും ചെയ്തത് അതാണ് ഈ പി ആറിന്റെ എഫക്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മോനെ, ഇപ്പം നിൽക്കുന്ന മത്സരാർത്ഥികളിൽ ഒരു 3 മത്സരാർത്ഥികൾ ഇവിടം വരെ എത്തുമെന്ന് അവർക്ക് തന്നെ പ്രതീക്ഷയില്ലാത്തവരായിരുന്നു. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ശരിയല്ലേ? അവർ തന്നെ പറയുന്നു ഞങ്ങൾ ഇവിടം വരെ എത്തുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അപ്പം ലാസ്റ്റ് വീക്ക് വരെ ഇതിന് ചിന്ത പോലും ഇല്ലാത്ത 3 പേർ നിൽക്കുമ്പോൾ ഇതിനേക്കാൾ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന 3-4 പേര് നേരത്തെ പുറത്തു പോയത് നമ്മൾ ധാർമ്മികമായി വോട്ട് ചെയ്യാത്തതുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രോബ്ലം ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ട് തീർച്ചയായിട്ടും. അല്ല, അത് അനുമോളുടെ ലക്ഷ്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ പി ആറുകാർക്ക് കുറെ സ്വാധീനിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അതാണ് പി ആർ ഇല്ലാതെ പോകുന്നവർ ഒറ്റപ്പെട്ടു പോവുകയും വോട്ടില്ലാതെ പോവുകയും ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ്. മനസ്സിലായല്ലേ? ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കില്ല. നമ്മളൊക്കെ ഒരുപാട് ബാഡാക്കി അവരെ ഡീഗ്രേഡ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ല ആര്യൻ നല്ല മിടുക്കനാണ്, ഫൈനലിൽ വരുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നല്ലേ. പക്ഷെ ആര്യനെ ഡീഗ്രേഡ് ചെയ്തതാണ്. ആര്യന്റെ പെർഫോമൻസ് മോശമായിട്ട് പുറത്തു പോയതല്ല. ആര്യനെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിച്ചതും ആര്യൻ മനസ്സാവാച വിചാരിക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞു വരുത്തി മോശമാക്കി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അപ്പം ആര്യൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ കുറെ പേർ സ്വാഭാവികമായിട്ട് മറ്റേതിലോട്ട് പോകും. പിന്നെ ആര്യനൊന്നും കരഞ്ഞു മെഴുകിയില്ലല്ലോ. ആര്യൻ, അക്ബർ, നെവിൻ ഇവരൊന്നും കരഞ്ഞു മെഴുകിയൊന്നും അല്ല വോട്ട് പിടിച്ചത്. കരച്ചില്ല നമ്മൾ കുറെ പേര് വീഴും. എന്ന് വെച്ചാൽ നല്ല കരച്ചിൽ വീഴട്ടെ, നമ്മൾ ഉരുകുന്ന കരച്ചിൽ വീഴട്ടെ. അതാ ഞാൻ പറഞ്ഞത് ഒരു സപ്പോർട്ട്, ഒരു പി ആർ പോലും ഇല്ലാതെ വന്ന ആ പുറത്തുപോയ 3 പേരെന്ന് പറഞ്ഞില്ലേ, അതാരൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല. പുറത്തുപോയ 3 പേര് 4 പേര് യഥാർത്ഥത്തിൽ ലാസ്റ്റ് വരെ വരേണ്ടവരായിരുന്നു. അപ്പം ഈ 7ാം സീസണിൽ പി ആറുകാരുടെ ഇൻഫ്ലുവൻസ് ആവാം, കുറേ അർഹതയുള്ള കുറേ പേര് പുറത്തു പോവുകയും അർഹതയില്ലാത്ത കുറച്ച് പേര് അവിടെ ലാസ്റ്റ് വരെ നിലനിൽക്കുകയും ചെയ്യുന്നത് ഈ ഷോയുടെ അധികൃതർ എന്തായാലും എന്തെങ്കിലുമൊക്കെ പുതിയ നല്ല തീരുമാനങ്ങൾ എടുക്കണം. കാരണം അല്ലെങ്കിൽ ശരിയാവത്തില്ല. പി ആർ അവർക്കറിയാം, ബിഗ് ബോസ് ടീമിന് ഏഷ്യാനെറ്റിനും ഒക്കെ നന്നായിട്ട് അറിയാം ആരൊക്കെയാണ് പി ആർ കൊടുത്തത്. എങ്ങനെ മറിക്കും, എടുത്തോ മറിക്കും. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇതിൽ പി ആർ ഉള്ള 3 പേര് അവർ എവിക്ഷനില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ വാലും പിടിച്ച് കിടക്കുന്ന അവരുടെ കൂടെ നടക്കുന്നവർക്ക് മറ്റവരെന്ത് ചെയ്യും, വോട്ട് മറിച്ചു കൊടുക്കും. കാരണം ഇവരുടെ ഷെയ്ഡല്ലേ. അങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറയട്ടെ, ഇവർ 3 പേരും ഒരുമിച്ച് നടന്നപ്പോൾ ആക്ച്വലി ഇവർ ഓരോരുത്തരും ആരാണെന്ന് അവരവർക്ക് തന്നെയും കൂടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാം, അല്ലേ? അതുകൊണ്ടാണ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചത് വിളിച്ചു പറയാൻ തുടങ്ങിയത്. ഓൺ ദി സ്പോട്ടിൽ ഒരാൾ വിളിച്ചു പറഞ്ഞില്ലേ, ഡയറക്റ്റ് ആയിട്ട് ഫൈനൽ 5ലേക്ക് ടാസ്കുകളിലൂടെ വന്നതിന്റെ അഹങ്കാരമായിരിക്കും. അപ്പൊ തിരിച്ചു അല്ല, അങ്ങനെ പോകില്ലല്ലോ. ഫൈനലിലേക്ക് വരുമ്പോ ഇതെല്ലാം കൊണ്ട് മാറുകയല്ലേ മോനെ ചെയ്യുന്നത്. ഫൈനലിലേക്ക് പോകുമ്പം ഇതെല്ലാം മാറുകയാണ് ചെയ്യുന്നത്. നമ്പർ ചെയ്തൊന്ന് അടിച്ചേ. മോനെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് നെവിൻ, അക്ബർ എന്ന് പറയുന്ന ആകെ 2 പേരെ അറിയപ്പെടും. ഒരു വിന്നറും ഒരു റണ്ണറപ്പും. ഈ 2 പേരെ എന്ത് ചെയ്യത്തുള്ളൂ, അറിയപ്പെടത്തുള്ളൂ. ബാക്കിയൊന്നും മോനെ, നെവിൻ വിന്നറും അക്ബർ റണ്ണറപ്പായാലും, അക്ബർ വിന്നറും നെവിൻ റണ്ണറപ്പായാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഇവർക്ക് 2 പേർക്ക് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 50-ാം ദിവസം കഴിഞ്ഞതിന് ശേഷം തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, മൈൻഡ് ഗെയിമർ എന്ന് പറയുന്നത് അക്ബറാണ് മൈൻഡ് ഗെയിമർ. അതുകൊണ്ടാണ് അക്ബറിന് ഒരുപാട് പേരുദോഷം കേൾക്കേണ്ടി വന്നത്. എന്ത് ഇൻസ്റ്റന്റ് ആണ് അക്ബർ കവിതകൾ സൃഷ്ടിക്കുന്നത്. ഏതാ അല്ല, അതൊക്കെ ഈ പി ആറുകാർ ഇറക്കുന്ന തന്ത്രങ്ങളല്ലേ. ഓരോ ആഴ്ചയിലും 1-2 പേര് പോയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അക്ബറിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പുറത്തു പോയി എന്ന് പറഞ്ഞ് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്ലാച്ചി കൂടെ ഇരുന്നപ്പോൾ പോയി എന്ന് പറയണം. വേറൊരു ഗസ്റ്റ് അവിടെ വന്നപ്പോൾ പറഞ്ഞു എന്റെ കട്ടിലിന്റെ എതിർവശത്ത് കിടക്കുന്ന ആള് കൃത്യമായിട്ട് പോകും. അതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന അവരുടെ അതെനിക്കറിയില്ല എന്താണ് സംഭവം. അതെനിക്കറിയില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായതുകൊണ്ട് അവരെന്തൊക്കെയാണ് പറയുന്നത്, ഓരോരുത്തർ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ മറിഞ്ഞു വീണത് എൻ്റെ സമയദോഷം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്.
മനസ്സിലായില്ലേ? അല്ല, എന്നെ ആരും തള്ളിയിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് നല്ല സ്പിരിച്വൽ എനർജി, ദൈവിക ഊർജ്ജം ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, കണ്ണിക്കൊള്ള ആള് പുയ്യത്ത് കൊണ്ടങ്ങ് പോകുന്നത്. ദോഷ സമയങ്ങൾ എപ്പോഴും വരും, അത് ഞാൻ വിശ്വസിക്കുന്നു, പഠിക്കുന്നു. മോനെ